നമ്മളെല്ലാവരും കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലേ. കുറേ പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കും, കുറേ പേര് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറേ പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറേ പേർക്കുള്ള കുറച്ച് കൺഫ്യൂഷനാണ് ഇൻ്റർവ്യൂവിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ബോഡി ലാംഗ്വേജസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ കുറേ പേർക്ക് അറിയാവുന്ന വിഷയമായിരിക്കും. കുറേ പേര് ഇതിന് ട്രെയിനിങ്ങിനും പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തായാലും സിമ്പിളായിട്ടൊരു ഇൻ്റർവ്യൂ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മെയിനായിട്ട് ബോഡി ലാംഗ്വേജസിനെ കുറിച്ചിട്ടാണ്. അപ്പം ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻ്റർവ്യൂസിൽ നോളജിനേക്കാൾ ഉപരി, നോളജ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് നോളജ് എന്ന് പറയുന്നത്. അത് മോസ്റ്റ്ലി എല്ലാവരും എന്തെങ്കിലും ഒരു പേപ്പറിൽ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് എന്തെങ്കിലും ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നാൽ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിരിക്കും. അല്ലാത്ത പക്ഷേ അവർ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ചോദിക്കുന്നതായിരിക്കും. പക്ഷെ മോസ്റ്റ്ലി ഇൻ്റർവ്യൂസിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ്, നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ്, നമ്മുടെ നാച്ചർ എന്താണ്, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി അവർ നേരിട്ടൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ തന്നെ പല ടൈപ്പിലുണ്ട്. നമുക്ക് ടെലിഫോൺ ഇൻ്റർവ്യൂ ഉണ്ട്, പേഴ്സൺ ടു പേഴ്സൺ ഇൻ്റർവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ പാനൽ ഇൻ്റർവ്യൂ ഉണ്ട്, ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ഉണ്ട്, അതുപോലെ വീഡിയോ കോൾ ത്രൂ ഉള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ടെലിഫോണിക് ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പോൾ മെയിനായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവലും അതുപോലെ തന്നെ നമ്മുടെ നോളജും ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. ബോഡി ലാംഗ്വേജസ് നമുക്കതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരിട്ടൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ മെയിനായിട്ടും ബോഡി ലാംഗ്വേജസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വെൽക്കം ടു Just Talk. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലല്ലേ നമ്മളെ വിളിക്കാൻ വരുന്ന, അല്ലെങ്കിൽ നമ്മളെ അകത്തേക്ക് കയറ്റി വിടുന്ന ഒരാളുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ പേരൊക്കെ വിളിച്ചിട്ട് അകത്തേക്ക് കയറ്റി വിടുന്ന ഒരാൾ. അയാളെ മുതൽ നമ്മളെല്ലാവരെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം, എല്ലാവരെയും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് പറയുന്നത്, ചിലപ്പോൾ ആ ഡോറിൻ്റെ അവിടെ നിൽക്കുന്ന ആളെയൊക്കെ ആയിരിക്കും നമ്മളെ വിലയിരുത്താനായിട്ട് മേ ബി ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അത്യാവശ്യം ബോഡി ലാംഗ്വേജസ് ഒക്കെ വിലയിരുത്താനായിട്ട് അയാളെ ആയിരിക്കും മേൽത്തോട്ടം വഹിച്ചിട്ടുണ്ടായിരിക്കുക. പറയാൻ പറ്റില്ല ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ വിലയിരുത്താനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ആ ഡോറിൻ്റെ അവിടെ നിൽക്കുന്ന ആളെ തൊട്ടിട്ട് നമ്മൾ അവിടുന്ന് പിരിച്ചു വിടുന്നത് വരെ നമ്മൾ വളരെയധികം ഫോക്കസ്ഫുൾ ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. നമ്മുടെ ബോഡി ലാംഗ്വേജസിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും നമ്മൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പം മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ് അല്ലേ. ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ട് നമ്മളൊരു ഇൻ്റർവ്യൂവിനും പോയിട്ട് കാര്യമില്ല, നമുക്കത് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അയ്യോ അമ്മേ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സെറ്റപ്പിലൊന്നും എടുക്കാണ്ട് നമ്മൾ അത്യാവശ്യം ഫ്രീ ആയിട്ട് കാമായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് അതിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് വേണം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ മുഖത്തൊരു സ്മൈലൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കോൺഫിഡൻസ് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് മുന്നേ ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കുക. അത്യാവശ്യം ബ്രീത്തിങ് എക്സസൈസൊക്കെ എടുത്ത് നമ്മൾ എങ്ങനെയാണ് പോവേണ്ടതെന്നൊക്കെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അല്ലാണ്ട് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ടെൻഷൻ അടിക്കുന്നവരുടെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പോകണം, ശ്രദ്ധിക്കണം. ഒരു ചിരിയൊക്കെ നമ്മുടെ മുഖത്ത് എപ്പോഴും കീപ്പ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. പിന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മെയിനായിട്ട് സമയം എപ്പോഴും ശ്രദ്ധിക്കുക. 9:30 എന്ന് പറയുമ്പോൾ 9:25 അവിടെ പോയിരിക്കുന്നതിന് പകരം ഒരു 9:20 അവിടെ പോയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 9:30 പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഹറിബറി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ സമയം എപ്പോഴും പറയുമ്പോൾ അതിനൊരു 10 മിനിറ്റ് 15 മിനിറ്റെങ്കിലും നമ്മൾ മുന്നേ അവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമയം എന്ന് പറയുന്നത്. അടുത്തൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഡ്രസ്സാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടി പോയുന്നവരാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങൊക്കെ എടുത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഓഫ് കോഴ്സ് പറയും നമ്മൾ അത്യാവശ്യം നമുക്ക് ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സ് വേണം ഇടാനായിട്ട്, നമ്മൾ ഹാഷ് പുഷ് ഡ്രസ്സ് ഒന്നിട്ട് പോകരുത് എന്നുള്ളതൊക്കെ. അത് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ചിലർ ഈ ഡ്രസ്സിങ്ങിൽ യാതൊരുവിധ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഡ്രസ്സിലൊക്കെ എന്തിരിക്കും, നമ്മുടെ സ്കില്ലിലല്ലേ കാര്യം എന്ന് പറഞ്ഞിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഡ്രസ്സിലും അത്യാവശ്യം കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ അത്യാവശ്യം കാഷ്വലായിട്ട്, അതിനേക്കാൾ ഉപരി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണം ഇടാനായിട്ട്. നമ്മുടെ ഒരു കോൺഫിഡൻറ്റിൻ്റെ ഏറ്റവും വലിയ, നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പാർട്ടാണ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഡ്രസ്സ് നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ പോയി
ഇപ്പോൾ ചിലർ ഒരു ഇൻ്റർവ്യൂവിന് പോവല്ലേ, ശരി ഒരു ജീൻസും ഒരു കാഷ്വൽ ടോപ്പാണല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതുവരെ നമ്മൾ ഇടാത്ത, അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ട്, അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് ഇട്ട് പോകുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ അവിടെ വലിച്ച് ഇവിടെ ശരിയാക്കി ഇപ്പുറത്ത് തോണ്ടി ഇരിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ, നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തി, ഡോറിൻ്റെ അവിടെ എത്തി എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പെർമിഷൻ എടുത്തിട്ട് വേണം കയറാനായിട്ട്. ഇപ്പോൾ നമുക്ക് രണ്ട് രീതിക്ക് ഉണ്ടായിരിക്കും. ചിലർ ചെറിയൊരു മുറിയാണെന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും നമ്മുടെ ടേബിളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു പാനൽ എന്ന് പറയുന്നത് അവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. അല്ലാതെ കുറച്ച് വലിയൊരു ഹാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരത്തെ ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കാനാണെന്നുണ്ടെങ്കിലും കയറാനാണെന്നുണ്ടെങ്കിലും ഒക്കെ മേ ഐ ഗെറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് പെർമിഷൻ എടുത്ത് വേണം കയറാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വിഷ് ചെയ്യാൻ മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സമയം നോക്കുക. ഉച്ചയ്ക്ക് കയറിയിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നതിന് പകരം ഗുഡ് മോർണിംഗ് പറയാൻ നിൽക്കരുത്. സമയം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. സമയത്തിനനുസരിച്ച് നമ്മൾ ഗുഡ് മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് സർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിനയത്തോടു കൂടി സംസാരിക്കുക. എന്ന് കരുതി വിനയം എന്ന് പറഞ്ഞിട്ട് ഓവർ വിനയം കാണിക്കരുത്. നമ്മൾ വിനയം കണ്ടിട്ട് അവർ ചിലപ്പോൾ നമുക്ക് ജോലി തന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഓവർ വിനയം കാണിക്കരുത്. കുമ്പിട്ട് കുഴിഞ്ഞൊന്നും ഗുഡ് മോർണിംഗ് സർ പറയാൻ നിൽക്കരുത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറയുക, അതുപോലെ നമ്മൾ അവരുടെ അടുത്ത് ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് മാം എന്ന് പറഞ്ഞിട്ട് ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഫയൽ ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ എഡ്യൂക്കേഷണൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫയൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ആ ഫയൽ ഇനി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പലരും ഇങ്ങനെയൊക്കെ പിടിച്ച് പോകുന്നവരുണ്ടായിരിക്കും. കൈ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, കൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് പോകുന്നവരുണ്ടായിരിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇപ്പോൾ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ, ഇത് റൈറ്റ് ആണല്ലോ അല്ലേ, ലെഫ്റ്റ് ഹാൻഡിൽ ഇടത് ഭാഗത്ത് താഴത്തോട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പെൺകുട്ടികളാണെങ്കിൽ ഇടത്തെ കയ്യിലും പിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കില്ലേ, അങ്ങനെ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആകെ കൂടെ കെട്ടിപ്പിടിച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് ഈ ഫയലൊക്കെ പ്രോപ്പറായിട്ട് പിടിച്ചു കയറി. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ ഇരിക്കേണ്ട ഒരു കടമയാണല്ലോ. അവർ ഇരിക്കാനുള്ള പെർമിഷനൊക്കെ തന്നു. ഇരിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയർ ഇങ്ങനെ വലിച്ച് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ബഹളമൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അത്യാവശ്യം ഒരു കാൽക്കുലേഷൻ മൈൻഡ് നിങ്ങൾക്ക് വേണം. ആ ചെയർ അവിടെ ഇരിക്കുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് കയറാൻ പാകത്തിനാണോ, അല്ലെങ്കിൽ വലിക്കുമ്പോൾ എങ്ങനെ വലിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ ഒരു നോർമലായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ. നമ്മളൊരു ഒഫീഷ്യൽ കാര്യത്തിലാണ് പോണത്. അപ്പോൾ ഒഫീഷ്യലി പോകുമ്പോൾ നമ്മൾ വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന പോലെ വലിച്ച് അങ്ങോട്ട് നീക്കി അങ്ങനൊന്നും ഇരിക്കാൻ നിൽക്കരുത്. അത്യാവശ്യം കയറാൻ പറ്റുന്ന സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറി അങ്ങനെ കംഫർട്ടബിളായിട്ട് ഇരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും ഇങ്ങോട്ട് നീക്കിയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. പിന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ വലിച്ച് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തരുത്. നിങ്ങൾക്ക് കയറി ഇരിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായാൽ മതി. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞാലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയാണ്. നമ്മുടെ കൈ നമ്മളിനി എവിടെ വെക്കും, താഴെ വെക്കണോ അത് മുകളിൽ വെക്കണോ, എവിടെ വെക്കണം എന്നുള്ള ഫുൾ കൺഫ്യൂഷനായിരിക്കും നമുക്ക്. അപ്പോൾ നിങ്ങളുടെ ഫയൽ നിങ്ങൾ നമ്മുടെ മടിയിൽ ലാപ്പിലായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫയൽ കീപ്പ് ചെയ്യുന്നവിടെ തന്നെ നമുക്ക് കൈയും വെക്കാം. മനസ്സമാധാനത്തിൽ അങ്ങനെ ഇരുന്നോളൂ. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഫയൽ ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേബിളിന് മുകളിലേക്ക് ഫയൽ കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫയൽ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ നമുക്ക് ടേബിളിന് മുകളിൽ തന്നെ കീപ്പ് ചെയ്യാം. അങ്ങനെയും വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ നമ്മൾ അങ്ങനെ ഇരുന്ന് കൈ ഇങ്ങനെ വെച്ച് ചാരി അങ്ങനെയൊന്നും ദയവ് ചെയ്തിരിക്കാൻ നിൽക്കരുത്. അവർ വിലയിരുത്തും. നമ്മളെപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് കോൺഫിഡൻറ്റോട് കൂടി നിവർന്നിരിക്കുക എന്ന് കരുതി വടി പോലെ ആ ഇൻ്റർവ്യൂ കഴിയും വരെ വടി പോലെ ഇരിക്കാൻ നിൽക്കരുത്. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് നമ്മുടെ ജസ്റ്റേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറണം. ഞാൻ പറയുന്നത് നമ്മുടെ കൈ എവിടെ വെക്കണം എന്ന് വെച്ചാൽ ഒന്നുമില്ല ലാപ്പിൽ വെക്കാം, ഒന്നില്ലെങ്കിൽ നമ്മൾ ടേബിളിന് മുകളിൽ കംഫർട്ടബിളായിട്ട് വെക്കാനായിട്ട് നോക്കാം. പിന്നെ പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഐ കോണ്ടാക്ട് എന്നുള്ളത്. മുന്നേ കുറേ വീഡിയോയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെയും ബോഡി ലാംഗ്വേജസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മുറി ഒന്നില്ലെങ്കിൽ തൊട്ടടുത്തായിരിക്കും, ഡോറിൻ്റെ തൊട്ടടുത്തായിരിക്കും അവരിയ്ക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർ നോക്കിയിട്ടേ കയറി വരാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിശാലമായിട്ടുള്ള മുറിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മുറി വിലയിരുത്താനുള്ളൊരു സമയം ഉണ്ടാകും. കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ആ മുറിയുടെ ഒരു ആംബിയൻസ് എന്താ കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് അവരെ
അവരുടെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്താൽ മതി. ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുറച്ച് നോക്കുക എന്നുള്ളതല്ല കേട്ടോ. അയാളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ഫുൾ ടൈം ഇരിക്കണം എന്നൊന്നുമില്ല. അത് അയാൾക്കൊരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്, കണ്ണ് കഴക്കും, ആകെ മൊത്തം പ്രശ്നമാണ്. അപ്പോൾ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ശ്രദ്ധ അവരുടെ അടുത്തായിരിക്കണം, അവരുടെ ശ്രദ്ധ നിങ്ങളിലേക്കും എത്തും വിധമായിരിക്കണം നിങ്ങളുടെ ഒരു ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ തന്നെ ഫോക്കസ് ചെയ്യുക. ഒരു ടീമാണ് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ അനുസരിച്ച് എല്ലാവരുടെയും മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. തുറച്ച് നോക്കരുത്. ഓക്കെ, മുഖത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ വരുന്ന ഐ കോണ്ടാക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൈ അവർ ശ്രദ്ധിക്കും, എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പം നമ്മൾ കൈ ഇങ്ങനെ ഫുൾ ടൈം റെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് വടി പോലെ ഇരുന്നിട്ട് ഇങ്ങനെ ആ സാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കൊണ്ട് സംസാരിക്കാൻ നിൽക്കരുത്. നമ്മുടെ കൈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ കൈ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുകയാണ്, യെസ് സാർ അത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിലയിരുത്തും. ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്നതിൻ്റെ അർത്ഥം, ഇങ്ങനെ കൈ ക്ലോസ് ചെയ്ത് വെച്ച് സംസാരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്നാണ്. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ച് യെസ് സാർ അത് ആ കാര്യങ്ങൾ അങ്ങനെയാണ്, എൻ്റെ ക്വാളിഫിക്കേഷൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, ആ ആൾ നമ്മളെ വിലയിരുത്തും. ഓക്കെ, ഈ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് ധാരണയുള്ളതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കും. ഇങ്ങനെയും കൈവയ്ക്കാം, ഇങ്ങനെയും കൈവയ്ക്കാം. നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കില്ലേ, അതിനെക്കുറിച്ച് എനിക്ക് ഇതാണ് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കില്ലേ, അതൊക്കെ അത്യാവശ്യം നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയുള്ള വേറൊരു വിഷയമാണ്, അവരിപ്പോൾ എന്തെങ്കിലും ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്, നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അവർ സംസാരിക്കുകയാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് അവിടെ എന്തെങ്കിലും സംസാരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ സമയം കൊണ്ടിട്ട് നമ്മുടെ മോതിരം ഉണ്ടാവും, മോതിരം ഇങ്ങനെ ഇടുക ഊരുക ഈ പരിപാടിക്കൊന്നും നിൽക്കരുത്. അതുപോലെ തന്നെ ഫയൽ ഉണ്ടെങ്കിൽ ഫയലിൽ ഇങ്ങനെ ചുറ്റുമടക്കി കളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്യരുത്. അതുപോലെ കമ്മലിൽ ചൊറിയുക, മൂക്കിൽ ചൊറിയുക, അല്ലാന്നുണ്ടെങ്കിൽ നെറ്റിയോടെ വയ്ക്കുക, വായി പൊത്തി പിടിക്കുക, അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കരുത്. നമ്മുടെ കോൺഫിഡൻസ് ഇല്ല, നമ്മളെന്തോ ടെൻഷനിലിരിക്കുകയാണെന്നൊക്കെ ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്തൊരു കോൺസെൻട്രേഷൻ ഇല്ല, നമ്മുടെ ശ്രദ്ധ ശരിയല്ല, ശ്രദ്ധ തെറ്റിയിരിക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കും. അപ്പം അവർ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതേ കോൺഫിഡൻസിൽ അവരെന്താണോ പറയുന്നതിന് വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് ആ സമയത്ത് നമ്മൾ വേറെ ആക്ടിവിറ്റീസിലൊന്നും ചെന്ന് പോയി പെടരുത്. അവർ അങ്ങനെ അവിടെ ചർച്ചയ്ക്ക് ഇരിക്കുകയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ നമ്മുടെ ഏത് കമ്പനിയിലാണോ ഇൻ്റർവ്യൂവിന് പോകുന്നത് അതിനെക്കുറിച്ചിട്ട് നമ്മൾ അത്യാവശ്യം അവെയർ ആയിരിക്കണം. ഒരു ജനറൽ നോളജ് ആ കമ്പനീനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ പോയിരിക്കരുത്. അതുപോലെ നമുക്ക് എല്ലാ ഏരിയനെ കുറിച്ചും നമുക്ക് നോളജ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അല്ലേ? അപ്പോൾ നമ്മളടുത്ത് എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു നോളജ്, നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ജനറൽ ആയിട്ടൊരു കമ്പനി നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ഒരു നോളജ്, പൊതുവേ ഉള്ളൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അറിയാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഇതെന്ന് പറഞ്ഞ് പറയാൻ നിൽക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് ഉറപ്പായിരിക്കും. എന്നിട്ട് നമ്മൾ അത് അറിയാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നുണയാണെന്നുള്ളത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. സോ അറിയാത്ത കാര്യത്തിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം, സാർ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് ഓപ്പൺ മൈൻഡോട് കൂടി സംസാരിക്കുക. അപ്പോൾ അവരതിൽ ഇമ്പ്രസ്ഡ് ആകും. ഓക്കെ, പിന്നെ ഇമ്പ്രസ്ഡ് ആവാൻ വേണ്ടിയിട്ട് കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വരുന്നൊരു കാര്യമാണ്, നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കും, അല്ലേ? എപ്പോഴും ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ മോസ്റ്റ്ലി നിങ്ങളെക്കാൾ ഏജുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള, നിങ്ങളെക്കാൾ ഒരു സുപ്പീരിയർ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഹാൻഡ് ഷേക്ക് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഒരു സുപ്പീരിയോറിറ്റി ഈഗോ ഇല്ലേ, അതുകൊണ്ട് തന്നെ അവർ ആ ഹാൻഡ് ഷേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ ത്രൂ കുറച്ചൊന്ന് കമ്മ്യൂണിക്കേഷൻ ലെവൽ ഓക്കെ ആയി അവർ ഇൻട്രസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയും ഒന്നുകൂടെ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് തോളി തട്ടുക അങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യാം. അവരിങ്ങോട്ട് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ഷേക്ക് ചെയ്യാം. ഈ ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോൾ മുറുകെ ഹാൻഡ് ഷേക്ക് കൊടുക്കണം. ഇങ്ങനെ കുഴഞ്ഞ മറ്റുള്ളൊന്നും ഹാൻഡ് ഷേക്ക് കൊടുക്കരുത്. മുറുകെ എന്ന് പറയുമ്പോൾ പിടിച്ച് വേദനിപ്പിക്കാൻ നിൽക്കണ്ട. നല്ല കോൺഫിഡൻസ് അവർക്ക് ഫീൽ ചെയ്യുന്ന ലെവലിൽ വേണം നിങ്ങൾ ഹാൻഡ് ഷേക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം.
ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് വരുന്നത് നോളജ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. നോളജ് അതിലുണ്ടായിരിക്കും. നോളജ് നമ്മുടെ അറിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഫയലിലുണ്ടായിരിക്കും അല്ലേ, നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലൊക്കെ അവർക്ക് കാണാനായിട്ട് പറ്റും. പിന്നെയും ജനറലായിട്ട് എന്തെങ്കിലും ചോദിച്ചാലേ ഉള്ളൂ, അതിന് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കൊടുക്കുക. മോസ്റ്റ്ലി അവർ നോക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഒരു നമ്മുടെ ഒരു ക്യാരക്ടർ എന്താണ്, നമ്മുടെ നേച്ചർ എന്താണ്, ഇതൊക്കെയാണ് അവർ മോസ്റ്റ്ലി നോക്കുക. നിങ്ങൾ ഏതൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കിയാലും നമ്മുടെ നോളജിനേക്കാൾ കൂടുതൽ അവർ ചോദിക്കുന്നത് ബാക്കി പല കാര്യങ്ങളും ആയിരിക്കും. നമ്മുടെ ഫാമിലി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മുടെ കരിയർ, ഇതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നതായിരിക്കുക. പലരും പറയുന്നത് കേൾക്കുന്നതാണ്, ഞാൻ കുറേ പഠിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്, പക്ഷെ പഠിച്ചതേ ഇല്ല, അവിടെ ചെന്നപ്പോൾ ചോദിച്ചത് വേറെ എന്തൊക്കെയോ ചോദിച്ചു, വെറുതെ പഠിച്ചു എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നോളജിനേക്കാൾ ബാക്കി പല നമ്മളെ ക്യാരക്ടറിന് നമ്മുടെ ബിഹേവിയറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ കോൺടാക്ട്, ബോഡി ലാംഗ്വേജസ്, കൈ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ ഫയൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ആരൊക്കെ ശ്രദ്ധിക്കണം, ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് നമ്മൾക്ക് പറഞ്ഞത്. ഇതിന് സെക്കൻഡ് പാർട്ട് ആവശ്യമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. മെയിനായിട്ട് കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അടുത്ത ഇൻ്റർവ്യൂവിന് പോകാൻ.